ആ ഓഫീസറെ അങ്ങ് മാറ്റിയാലെന്താ? അതെല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഏയ്, നീ എന്താ ചെയ്യുന്നേ? ആടിന്റെ കാൽ അവനല്ല ഇഷ്ടം. എനിക്ക് വേണ്ട, ഇവന് കൂടെ. അമ്മേ മതിയമ്മ, കഴിക്കടാ, കഴിക്കേ. അമ്മേ മട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ വിളമ്പുന്നേ? സാരമില്ല, കഴിച്ച മോനെ. അമ്മേ, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് മറക്കില്ലടാ. മെല്ലെ കടിക്കടാ, പല്ല് പോവും. എയർപോർട്ടിൽ നിന്ന് സാറിനെ കാണാൻ വേണ്ടി വന്നാ, ഞാൻ പിന്നീട് വിളിക്കാം. പിടിക്കടോ. എല്ലാരും സുഖമായിരിക്കുന്നോ? നമസ്കാരം. ഏയ് രാമു, ചേട്ടാ എന്താണ് മോട്ടെ, സുഖാണോ? നമസ്കാരം ചേട്ടാ. എന്താടോ മിനിസ്റ്ററെ? ചേട്ടനല്ലേ എല്ലാം ചെയ്തത്. പോയി കഴിക്കേ. എടാ ശക്തി, മട്ടൻ കറിയാണോടാ? മിനിസ്റ്ററോ? അല്ല, മുണ്ടെവിടെ? ഇത് തന്നെയാടാ സൗകര്യം. നിയമസഭയിൽ പോകേണ്ടതല്ലേ, മുണ്ടൊക്കെ കൊടുത്ത അവന്മാർ ഉരിഞ്ഞു കളയത്തില്ലേ? നമസ്കാരം ഉണ്ടേ. നമസ്കാരം. വിളിക്കണോ അത് മിനിസ്റ്റർ വിളിക്കണോ? ഏടാന്ന് വിളിക്കുക ചേച്ചി. ചേച്ചി ആദ്യം കഴിക്കാൻ എന്തെങ്കിലും താ, വിശന്നിട്ട് ജീവൻ പോകും. ഈ മഹാവൃത്തികെട്ടവൻ എന്റെ പെറ്റതള്ളയെ പോലും കാണിക്കാതെ ഉറ്റ സുഹൃത്തിനെ കാണിക്കാൻ വന്നതാണ്. ശക്തി, ശക്തി. ആരാടാ അത്? നിന്റെ ബാല്യ സ്നേഹിതൻ പാൽ, ഗോപാൽ. ഇന്ന് നിനക്കുണ്ട്. ഗോപാൽ. താങ്ക് യു സ്നേഹിതനെ, താങ്ക് യു. എന്തോ എന്റെ സ്നേഹിതൻ എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞ് അടിച്ച് ശവപ്പെട്ടിയിലാക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. പേടിച്ചു പോയി. എന്നെ ഒന്ന് നോക്ക്. അയ്യോ, എനിക്കൊന്നും അറിയില്ല. ബാല്യ സ്നേഹിതന്റെ കെട്ടപ്പ് ഇപ്പൊ കണ്ടില്ലേ? ഇതുവരെ ഈ കാക്കി മോഹൻലാൽ ഇട്ട് കണ്ടിട്ടുണ്ട്, മമ്മൂട്ടി ഇട്ട് കണ്ടിട്ടുണ്ട്, സുരേഷ് ഗോപിയും ഇന്ദ്രജിത്തും ഇട്ട് കണ്ടിട്ടുണ്ട്, ദിലീപ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഗോപാൽ ഇട്ട് കണ്ടിട്ടുണ്ടോ? നല്ലോണം നോക്ക്. എങ്ങനെയുണ്ട് ഈ യൂണിഫോം? അടി ഉറപ്പായി. പക്ഷെ ബാല്യകാല സുഹൃത്തെന്ന് കരുതി ഒരു ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കരുതേ. ഈ പോളിസി എനിക്ക് ഒരുപാട് ഇഷ്ടമായടാ. കാക്കി കളറുള്ള കവർ കണ്ടാ തന്നെ അവൻ രണ്ടായിട്ട് കീറിക്കളെ. നീ കാക്കി കൊണ്ട് കവർ ചെയ്ത് വന്നാ നല്ല കാര്യം. ഷഡ്ഡി കാക്കിയല്ലാഞ്ഞത് കൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അല്ലേ അതും അവൻ അഴിച്ചാനെ. ഇങ്ങനെയാണ് പോലീസുകാരൻ ലുങ്കി ഉടുക്കേണ്ടി വരുമല്ലോ. എന്തായാലും ഭാഗ്യം, അവനിനി ഈ ഭാഗത്തേക്കൊന്നും വരില്ല. എനിക്ക് പോലീസാകണം. അവനാണല്ലേ നീ? എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ നിന്റെ പുറകിൽ ഞാൻ കുത്തിയിട്ട് നീ എന്റെ മുന്നിൽ പോലീസായിട്ട് വന്ന് നിന്നതടാ. മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. കല്യാണം നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. രാവിലെ കാണുന്ന സ്വപ്നം പരിക്കുമെന്നാ. വണ്ടി നിർത്ത്. പാട്ടരെണ്ണം പാടി പാടി പോകാം. എന്താടി ട്രിപ്പിൾസാ? ഇങ്ങോട്ട് മാറിക്കേ. രണ്ടുപേരെ കൂടി കേറ്റാൻ പാടില്ലായിരുന്നു. അപ്പഴേ വേഗം ഫൈൻ അടിച്ചേ. കാക്കി കളർ കണ്ടു. ഇവൻ ഇന്നിവിടെ കാവടി എടുക്കുന്നാ തോന്നുന്നത്. മാഡം പ്ലീസ്. നടക്കില്ല. കാശ് എടുക്കാൻ പറഞ്ഞില്ലേ? എന്നെ മോനെ ഐറ്റം വേണോ? ദേ എടുത്തു തരാം. ദേ 3 എണ്ണം ഉണ്ട്. ഇഷ്ടമുള്ളത് എടുത്തു. മാഡം ഞാൻ സമ്മതിക്കില്ല. നീ എത്രയൊക്കെ ചുമ്മാ പറയുന്നതല്ല,
പെണ്ണാക്രമാളിനെ പോലെ തന്നെ ചുന്ദരി കുട്ടിയല്ലേ? കൈ നീട്ടി കാശ് വാങ്ങുന്നോ? നാണാവുന്നില്ലേ? പിച്ച എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് വ്യത്യാസമുള്ളത്? ഇതുപോലുള്ള പോലീസിനെ കാണുമ്പോഴാ ദേഷ്യം വരുന്നത്. അവളെ കണ്ട നീ സാരി ഉടുത്ത പോലെ തന്നെ ഇരിക്കുന്നു മോനെ. അത്രയ്ക്കും രസമാണെന്നാ ഞാൻ പറഞ്ഞ. ആൾക്കാരോട് ഇങ്ങനെയാ പെരുമാറണ്ടേ? നിയമപരമായി ശിക്ഷിക്കല്ലേ വേണ്ടേ? പൈസ വാങ്ങാൻ നീ ആരാ? പെരുമാറ്റം നിയമപരം ശിക്ഷിക്കുക. സംഗതി കൊള്ളാലോ. കവിത കവിത. ഇതിപ്പോ എല്ലാവർക്കും ഒരു പതിവാണല്ലോ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് നടു റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പക്കാരുടെ ഒരു ഹോബി ഇത് തന്നെ. എങ്ങനെയുണ്ട് കണ്ടിട്ട്? അടിപൊളി. ഇതാ ഞാനും പ്രതീക്ഷിച്ചേ. എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ടേസ്റ്റ് തന്നെയല്ലേ. നല്ല ഭംഗിയുണ്ട്. അറിയാലോ. വണ്ടിയുടെ പേരെന്താ? വണ്ടിയുടെ കാര്യമാണോ പറഞ്ഞേ? വേറെന്താ? അമ്മേ, വിവരിച്ചു പറയാൻ ഞാൻ. ഈ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ ഒരാൾ വേണ്ടേ? നോക്കടാ നോക്കടാ, നീ നോക്ക്. ഈ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ പൊട്ടനല്ലേ? ഇവനോട് അങ്ങനെ പറയുന്നേ. പുറത്ത് ചൂടായിട്ട് അകത്ത് നല്ല കുളിര്. ഇനി നിനക്ക് മനസ്സിലായില്ല? ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നേ? ഇത് കുളിര്, ഇത് ചൂട്. ഇങ്ങനെയാ, ഇങ്ങനെ തന്നെയാ. രണ്ടും കൂടെ ചേരുമ്പോ ഒരു ഫീലിങ്സ് ഇല്ലേ? മനസ്സിലായോ? ഇവന് മനസ്സിലായില്ലേ? സുന്ദരി എന്ന് പറഞ്ഞാൽ ഇതാണ് സുന്ദരി. അപ്പൊ ഞാനോ? ഞാൻ മാത്രല്ലേ സുന്ദരി എന്ന് പറയാ? അത് വേണമെങ്കിൽ അനിയത്തിയുടെ സ്ഥാനത്ത് നീ തന്നെയാണ് എനിക്ക് സുന്ദരി മോളെ. വേണമെങ്കിലോ? അച്ഛൻ എന്താടാ ഇത്? നോക്കച്ചാ, നോക്ക് നോക്ക്. പോലീസ് അടിക്കുന്ന കണ്ടിട്ടുണ്ട്, പോലീസിനെ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവൾ അടിച്ചാ. നീ വീണല്ലേ? നമുക്ക് എന്തിനാടാ ഈ പ്രേമം? നമുക്കല്ല, അച്ഛന് വേണ്ട, വയസ്സായി പോയില്ലേ. ഓ എനിക്ക്. ശരി വിടെ, എത്ര പാപം ചെയ്യുന്നു. ഇത് നടക്കട്ടെ. മുരുക, നിന്നെ ഞാൻ കാണിച്ചല്ലോ, കാണിക്കാം. ചേട്ടാ, ക്വാറിയിൽ മൈൻസ് ഓഫീസർ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഡോ, എന്തുവാടോ ഇത്? ഗവൺമെന്റ് എന്നെ നോക്കി നിൽക്കുന്നു കരുതിയോ? ഗ്രാനൈറ്റ് ഒക്കെ തോണ്ടിയല്ലേ എടുക്കുന്നത്? നിങ്ങൾ എന്നെ കുഴിച്ചിട്ടിരിക്കുന്നത്. പുറത്തറിഞ്ഞാലേ തലയിൽ തോർത്തുവിട്ട് ടിവിയിൽ കണ്ട് ആസ്വദിക്കേണ്ടി വരും. മനസ്സിലായോ? ചേട്ടാ, എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കാം. എന്ത് വേണമെന്ന് പറയാ. ഞാൻ അങ്ങനെ താളൊന്നുമല്ല. നോക്കി ചെയ്യ്, എന്ത് വേണമെങ്കിലും തരാം. ചേട്ടാ, 10 കോടിയാണ് നോക്കാന്ന് പറഞ്ഞു. യാതൊരു രക്ഷയില്ലായിരുന്നു. ഒരു വിധത്തിലാ സമ്മതിപ്പിച്ചേ. സമ്മതിപ്പിച്ചു അല്ലേ? സമ്മതിപ്പിച്ചു. അതെ ചേട്ടാ. സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. അയാളാ ഷെയർ ചെയ്യാന്ന് പറഞ്ഞത്. ചേട്ടാ, അവനെ ഒരു അനിയനെ പോലെ. ശത്രുവിനെ നേർക്ക് നേർ നിർത്താം, എന്നാൽ ദ്രോഹിയെ ദൂരത്ത് പോലും നിർത്താൻ പാടില്ല. ഏയ്, എന്താ നിന്നെ കുത്തിയ പോലെ പതർന്നേ? കൊന്നുകളയും. ദ്രോഹിച്ചാൽ കൊന്ന് തള്ളും ഞാൻ, ആരായാലും. എവിടെയാടാ എന്നെ കൊണ്ടുപോകുന്നത്? പെണ്ണ് കാണാൻ വേണ്ടി. അന്ന് കാണിച്ച പെണ്ണാണോ? അതെ. ചേട്ടന്റെ സെല്ലിലുണ്ടായിരുന്ന വണ്ടി നമ്പർ വെച്ച് അഡ്രസ് കണ്ടുപിടിച്ച് ഇന്നെല്ലാം ഉറപ്പിക്കണം. എടാ നിക്കടാ. വേണ്ട വേണ്ട വേണ്ട, ഇപ്പഴല്ലേടാ ഞാൻ അവളെ ഒന്ന് കണ്ടത്. മെല്ലെ മെല്ലെ ലവ് ഒന്ന് ഡെവലപ്പ് ചെയ്ത്
കുറച്ച് സമയമൊക്കെ എടുത്ത്. ഇഷ്ടമില്ലെങ്കിൽ എന്നാ വിട്ടേക്ക്. എടാ നിക്ക്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്നാ നടക്ക്. ഈ കടുംപെട്ടെല്ലാം ഉണ്ടോ? ഇത് കുളമാവോടെ? റൗഡികൾക്ക് തെറ്റൊക്കെ ചെയ്യാം, പക്ഷെ പ്രേമിക്കുവാടാ. നിങ്ങൾ പെണ്ണ് കാണാൻ പോവോ, വേറെ എവിടെയെങ്കിലും പോക്കോ, പക്ഷെ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ? ഞാൻ പോലീസ്. മിണ്ടരുത്. അല്ല, എനിക്കറിയാൻ മേലെ അങ്ങനെ ചോദിക്കുക. അങ്ങനെ എന്താ അവൾക്ക് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത്? ചേട്ടാ, ഈ കാര്യം ഞാൻ ഒതുക്കിക്കോളാം. ഇതിന് ഞാനാ നേതാവ്. എന്താ ഈ കാണിക്കുന്നത്? വേണ്ട, ആളെത്തിയല്ലോ. നിങ്ങളാണോ പ്രൊഡ്യൂസർ? എന്താ പ്രൊഡ്യൂസറോ? പെണ്ണിനെ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളല്ലേ? കോ പ്രൊഡ്യൂസർ എവിടെ? കോ പ്രൊഡ്യൂസറാ? അതായത് നിങ്ങളുടെ ഭാര്യ. നിങ്ങള് ശിവനെ അറിയാമല്ലോ അല്ലേ? അല്ല, ഇനി മേലോട്ട. ഇത് ശിവന്റെ മകനാ, ശക്തി. ചേട്ടാ, നിങ്ങളുടെ മകളെ പുറത്ത് എവിടെ വെച്ച് കണ്ട് പ്രയാമിച്ചു. അതുകൊണ്ട് പെണ്ണ് ചോദിക്കാൻ വന്നതാ. എടി മീനാക്ഷി. എവിടെ നിങ്ങളുടെ മകള്? ശാന്തി ജോലിക്ക് പോയിരിക്കാം. ശാന്തി. ശിവനെന്താ കോച്ചുവാദം പിടിപെട്ടു എത്ര പിടിയുന്നു? ശാന്തി. വാട്ട് എ മോഡേൺ നെയിം. എന്തൊരു പുതിയ പേരാണ്. എടാ, പ്രേം നസീറിനെ പോലെ വല്ലാണ്ടങ്ങ് ഫീൽ ചെയ്യില്ലേ? എന്റെ അപ്പച്ചിയുടെ പേരും ശാന്തി എന്നാ. ശാന്തി എന്നുള്ള പേര് ഗാന്ധിജിയുടെ കാലത്ത് തന്നെ സ്റ്റേ ചെയ്തതാ. അയ്യോ, നിങ്ങളുടെ മോളെ ഫോൺ ചെയ്ത് വേഗം ഒന്ന് വിളിക്കടാ. ഇതിനുള്ളിൽ റിംഗ് ടോണും കേറ്റിയല്ലേ? തുറന്ന് പറയാതിരിക്കാൻ വയ്യ. സാറിന്റെ മോടെ ആ രണ്ട് കണ്ണില്ലേ, കണ്ണ്. പെണ്ണ് ബിൽഡപ്പ് ചെയ്തു, പക്ഷെ അതിനു വേണ്ടി തല ബിൽഡിംഗ് കെട്ടാ നോക്കല്ലേ. അവള് തന്നെയാ. ഇത് അവിടെ സ്കൂട്ടറിന്റെ ശബ്ദമാ. കണ്ടില്ലേ, വണ്ടി ശബ്ദം വരെ അവൻ വാച്ച് ചെയ്ത് വെച്ചിരിക്കാം. അപ്പൊ നിങ്ങളുടെ പെണ്ണിന്റെ മനസ്സ് എത്രമാത്രം വാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എടാ, വളരെ നന്ദിയുണ്ടടാ. ചേട്ടാ, എന്താ ഇത്? പെണ്ണ് കാണാൻ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിന്ന എങ്ങനെയാ കാര്യങ്ങള്? ഒന്ന് നോക്ക്. സൂപ്പർ സെലക്ഷനാ ചേട്ടാ. നോക്ക്. നാണം വരുമോ എനിക്ക്? നാണമൊക്കെ മാറ്റി വെച്ചോ, ഇപ്പൊ ചൂടാകാൻ പോകുന്ന കണ്ടോ? അയ്യേ, നീ പ്രേമിച്ചത് സാധാരണ ശാന്തിയെ അല്ല, കാക്കിയുടുപ്പിട്ട വിജയശാന്തിയെയാ. നിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. ആശംസകൾ. ഇന്ന് ഷഡ്ഡിയുടെ പരസ്യം ഉറപ്പാ. ഇതാ രാജാ. നീ അകത്തേക്ക് വാ. പുറത്ത് വെച്ച് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുക. എന്തോന്നാ? വലിയ ആൾക്കാരാ. ആദ്യം നീ വേഷമൊക്കെ ഒന്ന് മാറ്റ്, എന്നിട്ട് സംസാരിക്കാം. ആരാ എന്താന്നൊക്കെ അറിയാതെ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കാപ്പി കൊടുക്കും. നീ ആദ്യം ഡ്രസ് ഒന്ന് മാറ്റി. അന്ന് കാണുമ്പോ ഇങ്ങനല്ലായിരുന്നല്ലോ. വന്ന് അവസാനം ഒരു പോലീസിനെ പോയി സ്നേഹിച്ചില്ലേ?